ഈ റാവുത്തരന്മാർക്ക് ദേഷ്യം വന്നാൽ എങ്ങനെയൊക്കെ ചീത്ത പറയാ അറിയോ? ചന്താക്കില പോനവനെ, ഹറാത്തില പുറന്തവനെ, കളിച്ചില്ല പോറവനെ, ബലായി ശവലാക്ക്, ഹറാത്തില പുറന്തവ എന്നത്തെ കാണിച്ച് കൂട്ട നീ എങ്ക சொன்னா அவனுக்கு മനസ്സിലാകാതാ അപ്പടിയല്ലാടാ ഇപ്പടി ചെയ്യ് പോലെ. വൈകുന്നേരം റേഷൻ കടയ്ക്ക് പോകണമെന്ന് അവർ എങ്ങനെ പറയുമോ? പൊളുതോടെയേ കൂപ്പൻ കടയ്ക്ക് പോയിട്ട് പഞ്ചാര വാങ്ങിയിട്ട് വാങ്ങോ, പഞ്ചായത്ത് സഹായത്തിൽ കൊടുക്കറാങ്കളാമാന്ന് പറയും. സഹായം എന്ന് പറഞ്ഞാൽ വിലക്കുറവായിട്ട് കൊടുക്കുന്നുണ്ട്, വാങ്ങിയിട്ട് വരികയെന്ന് പറയും. അതാണ് അതിന്റെ അർത്ഥം. അതുപോലെ ചായയിൽ പഞ്ചസാര ഇട്ടോന്ന് എങ്ങനെ ചോദിക്കറിയോ? ഇവിടെ നീ ചായയിലെ പഞ്ചാര പോട്ടയാ, ഇതില് ചായയില ഒന്നുമേ ഇല്ലടി, ചപ്പിണ്ടി ഇരിക്കുന്നത് ഇതെന്നെ ഇപ്പടി. അതുപോലെ അവര് കഴിക്കാതിരുന്ന അവര് ഭക്ഷണം കൊണ്ടുവന്ന ഭാര്യയോട് എങ്ങനെ ചോദിക്കാറിയോ? ഇവിടെ തിങ്കർക്ക് എണ്ണ ഉണ്ടോ? അപ്പൊ അവര് പറയും മുണ്ടമ്മത്തി ചാറാക്കുണ്ട്, ഇന്നേക്ക് മുറങ്ക വറുത്തതും ഉണ്ട് പറയും. അപ്പൊ ഇയാൾ എന്ത് പറയറിയോ? സൂപ്പറായി കിട്ടിയാ, നല്ല ചൊടുപ്പുണ്ടാകും, നാക്ക് നല്ല ഇഷ്ടമാക്കും. ആ കൊണ്ടുപോവളെ ഒരു കുണ്ടി പീങ്ങാല വ്യഞ്ജനം പോയിട്ട് കൊണ്ടുപോവാ ഫസ്റ്റ് ഞാൻ തിങ്കട്ടാന്ന് പറയും. കുണ്ടി പീങ്ങാൻ പറഞ്ഞാൽ ചെറിയ ഇതില് ബൗളിൽ പറയണം കുണ്ടി പീങ്ങാൻ. അത് പെരിയ ആപ്പ പോടാതെ ചിന്ന കറണ്ടി പോയിട്ട് കൊണ്ടുപോവാന്ന് പറയും. ആപ്പ പറഞ്ഞാൽ വലുത്, കറണ്ടിന് വലുതുന്നതിന് ആപ്പാന്ന് പറയാം. എന്തെങ്കിലും പണി പറഞ്ഞ് അവർക്ക് മടിപ്പ് തോന്നി അവർ എന്ത് പറയാറിയോ? എന്നെക്കൊണ്ട് വയ്യ, ആരെക്കൊണ്ടാവും എന്റെ വേല ചെയ്യറക്ക്, എക്ക് പത്താത് ഞാൻ പോരാ അമ്മോ എന്ന് പറഞ്ഞിട്ട് പോകും. അതുപോലെ ഓരോ വീട്ടിൽ പശു ഉണ്ടാവും. അപ്പൊ ഈ പശുവിനെ എവിടെ കൊണ്ട് കെട്ടിയെന്ന് ചോദിച്ചാൽ അവർ എന്ത് പറയാറിയാ? മകനോട് ചോദിക്കും, എവിടെ കെട്ടിയെന്ന് എങ്ങനെ ചോദിക്കാറിയാ? എങ്കടാ മാട്ടെ കൊണ്ട് കെട്ടിനേ. അപ്പൊ മകൻ പറയാ അന്തേലാത്ത അങ്ക പാറ് എന്ന് പറയും. അപ്പൊ അച്ഛൻ പറയും അട പണ്ടിപ്പയനെ இந்த വെയിലിയാടാ കൊണ്ട് മാട്ടെ കൊണ്ട് കെട്ടുവേ, എന്നടാ നീ ഇപ്പിടി പണ്ടേന്ന് പറയും. നല്ല പേരാണ് ഷാഹുൽ ഹമീദ് എന്ന്. പക്ഷെ അവർ വിളിക്കുമ്പോ എങ്ങനെ വിളിക്കാറിയോ? ചാവലേ നീ വേലക്ക് പോലെയാടാ, എന്നടാ നീ ഇപ്പിടി ഇപ്പിടി പണ്ടിപ്പയനെ ഇപ്പിടി ഇരിക്കരേ, 4 കാശ് ഉണ്ടാക്കപ്പാറടാ, അപ്പത്താണ് നമ്മൾ 4 പേര് മതിക്കുവാങ്കോ, ഇപ്പിടി ചുമ്മാ ഇരുന്ന് നടക്കുമാ. അതുപോലെ ഖാജ മൊയ്തീന്നായിരിക്കും, അവരെങ്ങനെ വിളിക്കാറിയോ? എടാ കാസാപ്പാ നീ എന്നെ മാട് കൊണ്ട് മേച്ചയാ, നീ തണ്ണി കുടുത്തിയാ മാട്ടുക്ക് എന്ന് പറയും. അതുപോലെ ഒരു പശു പാല് കറക്കുന്ന എങ്ങനെ ചോദിക്കറിയോ? എന്നാ നീ മാട് കറണ്ടാച്ചാ. കറക്കുമ്പോ അങ്ങനെ മാടായിട്ടില്ല വരുന്നത്, പാല് കറന്നു ചോദിക്കില്ല, മാട് കറണ്ടാച്ചാന്ന്. അതുപോലെ ഓരോരോ പെണ്ണുങ്ങളുടെ പേരൊക്കെ സൂപ്പറായിട്ടുണ്ടാവും. ചരീവ, ചൊലയ, ചാറ, ചൗറ. മുത്തിയമ്മനെ മുത്തശ്ശനൊക്കെ എന്ത് പറയറിയോ? നന്നിമ, നന്നത്ത, റാത്ത, റാദിമ. നമ്മൾ എന്തെങ്കിലും ചോദിച്ച് എന്ത് പറയാനാ നമ്മൾ പറയില്ലേ, അവരെന്ത് പറയറിയോ? എന്നത്തെ ചൊല്ല അത് പാട്ടുക്ക് അപ്പടിയേ പോകുന്നത്, നമുക്ക് എന്നെ പറ്റും, അതുക്കല്ല ഒരു നേരമുണ്ടു, നേരം വരട്ടും, എല്ലാം ശരിയാ കുട്ടിയാ. പെണ്ണുങ്ങൾക്ക് ജാടയാണ്, ഹെഡ് വെയിറ്റ് ആണെന്ന് അവരെങ്ങനെ പറയറിയോ? എന്നാ ഇപ്പൊ ഉള്ള പുള്ളികളൊക്കെ എന്നാ ഒരു പൗറാക്കും தெரியுமா, കണ്ടാലടക്കം പേസറാങ്കില്ല, പെസാമ പോറാങ്കോ, ഭയങ്കര പൗറാക്കും, തലക്കനമാക്കും എല്ലാத்துக்கும். ഒക്ക് என்ன சொன்னாலும் உங்களுக்கு தெரியாது, எக்கெல்லாம் அது கிடைச்சு வச்சுக்கோ, நான் எப்படி செய்வேன் தெரியுமா. அதெல்லாமே நல்ல கஷ்டப்படணும்ட்டியா, ஒன்ன மாதிரி இப்படி மொக்கில சும்மா இருந்துட்டு இருந்தாலே ഒന്നും നടക്കാது, 4 കാശ് ഉണ്ടാക്ക പറട മകനേ പോന്ന്. അപ്പൊ അവര് പറയും ചായക്കടയ്ക്കാ പോന്നെന്ന് പറയും. അതെങ്ങനെ റാവുത്തർ ബസ്സിൽ പറയറിയോ? എങ്കിട്ട് പോറീങ്ക அந்த ராமாட்டம் கடையில் போய் பொக்கவாடியும் சாயாவும் திண்டுட்டு வரண்டி, கொஞ்சம் இரி இப்ப வர்றேன், உனக்கு ஏதாச்சும் வாங்கிட்டு வருமா, வருമ്പോ ആപ്പമ്മ ദോശയാ വാങ്ങിട്ട് വരണമാന്ന്. അതുപോലെ KSRTC ബസ്സിൽ പൊള്ളാച്ചിക്ക് പോകണമെന്ന് എങ്ങനെ പറയറിയോ? എവിടേക്കാ പോണെന്ന് ചോദിച്ചാ அந்த ആന വണ്ടിയില് പുള്ളാച്ചിക്ക് പോയിട്ട് സാമാനം വാങ്ങിട്ട് വരണ്ടിയാ, നിങ്കേ ഇരി ഇപ്പൊ വരേന്ന് പറയും. അവരോട് ഈ മരുമകനെ പറ്റി ചോദിച്ചാ അവരെന്ത് പറയറിയോ? മരുമകൻ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. അതേ മോശമുള്ള മരുമകൻ കിട്ടിയാൽ എന്ത് പറയറിയോ? മരുമകൻ ഇപ്പൊ എങ്ങനെ ഇരിക്കണ്, അന്തവനെ പറ്റി നീ എന്തൊക്കെ കേക്കറേ, കൊടുത്ത സ്വർണത്തെയല്ല വിത്ത് തിണ്ടുമോട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കറാ, എന്നെ പണ്ട് നമ്മുടെ വിധി അപ്പടിയാ പോച്ച്, പുള്ള വാൾക്കെ ഒന്നും പാത്തിട്ട് അങ്ങ് ചുമ്മാ ഇരിക്കുന്നതാക്കൂന്ന് പറയും. അതുപോലെ പേരക്കുട്ടികൾ അവർ എങ്ങനെ പറയറിയോ? കുഞ്ചാപ്പാവ എനിക്ക് പാക പോകണോ, നമുക്ക് നേന്ത്രം പളവും ചിപ്സ് എല്ലാം വാങ്ങിട്ട് പോലാ, അവൻ പുതുക്കോട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത് പുള്ളക്ക് കുഴപ്പമില്ല, നല്ലതാ ഇരിക്കറാങ്കോ എന്ന് പറയും.